എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്ക്രീനെ കാണുന്നത് പോലെ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വച്ചിരുന്ന ഷെയറുകളാണ് ഇതൊക്കെ. ഇതിൽ 2 ഷെയർ ആവറേജ് വന്നിട്ട് ചാൻസ് ഉണ്ടായിരുന്നു താഴോട്ട് പോകാൻ. ടൂറിസം ഫൈനാൻസ് എന്ന് പറയുന്നത് 191, അതുപോലെ SIS എന്ന് പറയുന്നത് ഈ SIS TFCI എന്ന് പറയുന്ന ഈ ഷെയർ ഈ ലെവലിൽ വന്നു. ഈ ലെവലിൽ വന്നിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇത് നോക്കേണ്ട കാര്യമില്ല. ഈ ലെവലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമുക്ക് ചാൻസ് എടുക്കാമായിരുന്നു. ഈ SIS വന്നിട്ട് ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ഹൈ അടിച്ചില്ല. ഈ ആവറേജിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങുമായിരുന്നു. രാവിലെ മാർക്കറ്റ് നല്ല ഹൈയിൽ ഓപ്പൺ ആയതിനു ശേഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു, മാർക്കറ്റ് വീഴാനാണ് ചാൻസ് കൂടുതലെന്ന്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ കണ്ടിന്യൂസ് ഇറക്കമായിരുന്നു. ഒരു പ്രാവശ്യം പോലും മാർക്കറ്റ് ഒരു കവറിങ് തന്നില്ല. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ സൂക്ഷിക്കണം. നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഇനിയും വരാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും 1-2 ദിവസമൊക്കെ ചിലപ്പോൾ കുറച്ച് വലിയ മൂവ്മെൻറ്റ് ഇല്ലാതെ ഇച്ചിരി അപ്പിലോ ഒക്കെ നിന്നേക്കും. പിന്നീട് വീണ്ടും പഴയ പോലെ തിരിച്ച് താഴോട്ട് തന്നെ പോകാനാണ് ചാൻസ് കൂടുതൽ. ബഡ്ജറ്റ് വരെ മാക്സിമം ഇച്ചിരി ട്രെൻഡ് ഇല്ലാതെ സൈഡ് വൈസ് ആയിട്ടൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ലതായിട്ട് ഇറങ്ങുമെന്നാണ് തോന്നുന്നത് മാർക്കറ്റ്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൽ SIS എന്ന് പറയുന്ന ഷെയർ 526.91. അത് നമുക്ക് നോക്കാം എവിടം വരെ പോയായിരുന്നെന്ന്. സൈസ് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയിലും വന്നില്ല, R1-ലൊന്നും വന്നില്ല. അത് 539 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 526 താഴെ പോകുമ്പോഴാണ് നമ്മൾ എൻ്റെ എടുക്കുന്നത്. 25 റേഞ്ചിലൊക്കെ എടുത്താൽ നമുക്ക് 491 വരെ ഏകദേശം 27-28 രൂപ അതിനകത്ത് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നമുക്ക് മനാക്ഷ്യ സ്റ്റീൽ എന്ന് പറയുന്ന ഷെയർ. അത് ഓപ്പണിങ്ങിൽ തന്നെ R1-നടുത്ത് ഓപ്പണായി കുറച്ച് കയറി. ഇപ്പോൾ R2 അടിച്ചില്ല, തിരിച്ചിറങ്ങി. നമ്മളന്നേരം ഈ റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 85 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 75, ചെറിയ ഷെയറായിട്ട് പോലും 10 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. പിന്നെ കയറിയിട്ടുമില്ല. അതിനുശേഷം ഇർക്കോൺ എന്ന് പറയുന്ന ഷെയർ. ഇന്ന് റെയിൽവേ കമ്പനീസ് അതെല്ലാം കണ്ടമാനം കയറിയ ഷെയറുകളായിട്ട് അതിനകത്തൊക്കെ നല്ല ചാൻസ് ആയിരുന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി R1 അടിച്ചില്ല. തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് വന്നാൽ നമ്മൾ ഈ റേഞ്ച് 270 റേഞ്ചിൽ എൻട്രി എടുത്തായിരുന്നെങ്കിൽ 235, 30, 226 വരുന്നുണ്ട്. ഏകദേശം 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഒറ്റ ദിവസം നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മിഡ്കോൺ എന്ന് പറഞ്ഞു, അത് ഓപ്പണിങ്ങിലെ തന്നെ ഡൗൺ സർക്യൂട്ടായി പോയി. പക്ഷേ ഞാനത് എൻട്രി എടുത്ത് കവർ ചെയ്തായിരുന്നു. ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഒറ്റയടിക്കുക 5 മിനിറ്റ്സിൽ തന്നെ അത് താഴെ ലോക്കായി. പക്ഷേങ്കിൽ എനിക്കിവിടെ എൻട്രി കിട്ടി. ഞാൻ അതിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ അടുത്തത് ഇന്ത്യ നിപ്പോൺ എന്ന് പറയുന്ന ഷെയർ. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി തിരിച്ചിറങ്ങി. നമ്മൾ ഈ 664 റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ ലാസ്റ്റ് ആയപ്പോഴത്തേന് ഏകദേശം 620 റേഞ്ച് വരെ വന്ന് ഏകദേശം 44 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കെയ്ത്താൻ കെമിക്കൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി താഴെ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുത്താൽ 94 റേഞ്ച് വരെ എൻട്രി എടുത്താൽ 86, 85 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. 9 രൂപ 10 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അടുത്തത് TFCI, ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ. ഓപ്പണിങ്ങിൽ R1-ന് മുകളിൽ ഓപ്പണായി താഴോട്ടിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുത്താൽ 204 എൻട്രി എടുത്താൽ 195 വരെ 9 രൂപ പ്രോഫിറ്റ് വരുന്നു. പിന്നെ വീണ്ടും തിരിച്ചു വന്നാൽ ഹൈ ജസ്റ്റ് അടിക്കുന്നുണ്ട്. ഹൈ വരുന്നില്ല, ഹൈയുടെ അടുത്ത് വന്നിട്ട് തിരിച്ചിറങ്ങി. നമ്മൾ വീണ്ടും ഇവിടെ എൻട്രി എടുക്കുക. മുകളിലോട്ട് പോയില്ല, തിരിച്ചിറങ്ങുന്ന നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ 204 എടുത്താൽ വീണ്ടും നമുക്ക് 10 രൂപയ്ക്ക് കൂടുതൽ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിന് ശേഷം പിന്നീട്
20 രൂപ പ്രോഫിറ്റിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ കയറിയിട്ടില്ല. അതിനുശേഷം സ്പെൻസർ ഫസ്റ്റിലെ R1 മുകളിൽ പോയി ഇറങ്ങി. ഇവിടെ എൻട്രി എടുക്കുക, 117 റേഞ്ച് എൻട്രി എടുത്താൽ 117 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെ തിരിച്ച് വന്നത് ഹൈ അടിച്ച് R2 പോയി. R2 പോയിട്ട് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എൻട്രി എടുത്താൽ ഇവിടെ 121 എന്നെടുത്താൽ 114 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് എല്ലാ ഷെയറിനകത്തും കൊടുക്കുന്നുണ്ടായിരുന്നു. അടുത്തത് GSPL. ഇത് വൺ സൈഡ് മാർക്കറ്റ് ആണ് താഴെ. പിന്നെ നമ്മൾക്ക് ഒരു ഇതെന്ന് പറയുന്നത്, നമുക്ക് ലെവലെ വന്നിട്ട് ഇറങ്ങുമ്പോഴേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ രീതി അനുസരിച്ച്. അല്ലാതെ ലെവൽ വരാതെ തന്നെയാണ് ബാക്കി ഷെയറുകളെല്ലാം താഴെ ഇറങ്ങിപ്പോയിട്ടുള്ളത്. നമുക്ക് 11 ഷെയർ നമുക്ക് ലെവലിന് വന്നിട്ട് ചാൻസ് തന്നു. അപ്പോൾ 11 ഷെയറിൽ കുറച്ച് ഷെയറിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ ഷെയറിലും നമുക്ക് ചാൻസ് കിട്ടത്തില്ല. നമ്മൾ 1-2 ഷെയർ നോക്കി ഇരിക്കുമ്പോഴത്തേനും ബാക്കി ഷെയറൊക്കെ ഇറങ്ങി അങ്ങ് പോകും. ഇത് കണ്ടില്ലേ, GSPL പ്രീവിയസ് ഡേ 355 മുകളിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ 355 താഴെ എൻട്രി എടുത്താൽ 344 10 രൂപ റേഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട്. വീണ്ടും അത് തിരിച്ച് കയറി വന്നു. ഈ R1 അടിക്കാതെ തന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങി. ഇവിടെ ഇറങ്ങിയാൽ വീണ്ടും നമ്മൾ എൻട്രി 355 എടുത്താലും 49 6 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കയറിപ്പോയി. കയറിപ്പോൾ നമ്മൾ വിടുക. എവിടെയാണോ തിരിയുന്നത് അവിടെ നോക്കുക. R2 വരെ പോയില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങി R1 താഴെ 360 താഴോട്ട് പോകുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 343 16 രൂപ 17 രൂപയ്ക്കടുത്ത് വീണ്ടും പ്രോഫിറ്റ് ഇത് കാണിക്കുന്നുണ്ട്. പിന്നെയും വേറെ ഷെയറുകളെല്ലാം ബാക്കിയുള്ള ഷെയർ ഈ കാണിച്ചിരിക്കുന്ന ഷെയറുകൾ നമ്മൾ എടുത്തിരുന്ന ഇതിലും പകുതി ഷെയറുകളും റേഞ്ച് വരാതെ തന്നെ താഴെ പോയി. എല്ലാം കണ്ടില്ലേ, ഒരെണ്ണം പോലും പ്ലസ്സിൽ. TFC മാത്രം ജസ്റ്റ് ഒരു പ്ലസ് എന്ന് പറയാം. സ്പെൻസറും പ്ലസ്സിലാണ് ഇച്ചിരി. GSPL പക്ഷേ ഇതെല്ലാം നമുക്ക് ലെവലിൽ നിന്ന് നല്ല രീതിയിൽ ഇറങ്ങിത്തുന്നത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം കണ്ടമാനം ഇറങ്ങിപ്പോയി. അതിനകത്തെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിൻ്റെ. ഇനി നാളത്തെ ദിവസത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷെയർ നോക്കാം. നാളെ നമ്മൾ 17 ഷെയറാണ് എടുത്തു വയ്ക്കുന്നത്. 17 ഷെയറിൽ ഈ 3 ഷെയറുകൾ ആവറേജ് വന്നിട്ട് ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉള്ള ഷെയർ. ഇന്ന് ബോറോ റിന്യൂ എന്ന് പറയുന്ന ഷെയർ, അതിനുശേഷം ഗാന്ധി ട്യൂബ്, അതിനുശേഷം REC. REC ഞാൻ എടുത്തിടാൻ കാരണം അതിൻ്റെ റിസൾട്ട് വലിയ ഗുണമില്ല. അപ്പം അതിനുശേഷം അത് ഇറങ്ങിപ്പോയതിനു ശേഷം അത് തിരിച്ച് കയറി വന്നു. പക്ഷെങ്കിൽ നാളെ ഈ ആവറേജ് വന്നിട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ മൈനസ് ആയിട്ടും അത് എടുത്തിട്ടിരുന്നത്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ നാളത്തെ ഷെയറുകളെ. ഇതിൽ ഈ ആവറേജ് വന്നിട്ട് ഇറങ്ങുന്ന ഷെയറാണ് ഇവിടെ നോക്കി എടുക്കുക. അതല്ല എങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് ഇറങ്ങുവാണെങ്കിലോ R1 R2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിലോ ചാൻസ് എടുക്കുക. അപ്പം നാളെ നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.